നമസ്കാരം. എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ വൈത്തിരിയിലുള്ള പൂക്കോട് ലേക്കിനടുത്താണ്. നവീകരിച്ച ഈ ലേക്കും ഇവിടുത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ്. വളരെയധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. താമരശ്ശേരി ചുരം കയറി വന്നാൽ നമുക്ക് ആദ്യമായിട്ട് വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് ഈ പൂക്കോട് ലേക്ക്. പൂക്കോട് ലേക്കിനോട് ചേർന്നുള്ള ഗാർഡൻ എല്ലാം വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാം കൊണ്ട് ധൈര്യമായിട്ട് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. ലേക്കിനുള്ളിൽ ബോട്ട് സവാരി നടത്താൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലേക്കിന് ചുറ്റും നടക്കാനായിട്ട് ടൈൽസ് എല്ലാം വിരിച്ച് വളരെ മനോഹരമായ വാക്ക് വേ ഉണ്ട്. അതിൽ കൂടെ നമ്മളിങ്ങനെ ഈ ലേക്കിന് ചുറ്റും നടന്നാൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ലേക്കിലേക്കുള്ള ചെറിയ ചെറിയ നടപ്പാതകൾ കാണും. ഇല്ലിമുളം കാടുകളുടെ എല്ലാം ഇടയിൽ കൂടി അതിൽ കൂടെ എല്ലാം നടക്കുമ്പോൾ നമുക്ക് ഒരു കാട്ടിനുള്ളിൽ കൂടി നടക്കുന്ന ഒരു പ്രതീതി തോന്നിക്കുന്നതാണ്. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടി നമുക്ക് അങ്ങനെ കുറച്ച് ദൂരം നടക്കാനായിട്ട് സാധിക്കും. ഒരു റിംഗ് റോഡ് പോലെ ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ ടൈൽസ് എല്ലാം വിരിച്ച് മനോഹരമായ നടപ്പാതയുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ട് ബോട്ടിങ്ങിന് പോകാത്തവരെ തന്നെ വളരെയധികം ആളുകൾ ഇങ്ങനെ ലേക്കിന് ചുറ്റും നടക്കുന്നതായിട്ട് കണ്ടു. പല സ്ഥലങ്ങളിലും നല്ല ഫോട്ടോഗ്രാഫി പോയിന്റുകളുണ്ട്. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. ബോട്ട് സഫാരി ഒന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ ലേക്കും ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ മാത്രമാണുള്ളത്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ബഞ്ചുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആരുമില്ലാതെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ടൂറിസ്റ്റുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇരുന്ന് ഫോട്ടോയിലും വീഡിയോയിലും എടുക്കാനുള്ള തിരക്കിലായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ലേക്കിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.